അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അപ്പോൾ നമ്മൾ അലാമാത്തുൽ ഇറാബാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. റഫ്, നസ്ബ്, ജർ, ജസ്മ് ഇതെന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ആദ്യം മുതൽ തന്നെ തുടങ്ങാം, അതായത് ഇറാബിൻ്റെ തുടക്കം മുതൽ. നമ്മൾ മത്തിനെടുത്ത് വെച്ചോളി, ആവശ്യം വരും. പിന്നെ എന്താണ് ജാ സെയ്ദുൻ അല്ലേ? സെയ്ദ് എന്താണ്? സെയ്ദിൻ്റെ ഇറാബ് എന്താണ്? മർഫു അല്ലേ? റഅയ്തു സെയ്ദൻ. സെയ്ദിൻ്റെ ഇറാബ് എന്താണ്? നസ്ബ്. സല്ലംതു അലാ സെയ്ദിൻ. സെയ്ദിൻ്റെ ഇറാബ് എന്താണ്? ജർ. ഇത് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടൊരു ബോറടിച്ചിട്ടുണ്ടോ? വേറൊരു ഉദാഹരണം നോക്കാം. ഖുർആനിലൊരു ഉദാഹരണം. അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത്. അൽ ഹജ്ജു അഷ്ഹുറുൻ മഅലൂമാത്ത്. ഹജ്ജിൻ്റെ ഇറാബ് എന്താ? റഫാണ്. അത് മുബ്തദ ആണ്. മുബ്തദ മർഫു ആയിരിക്കും. അൽ ബൈത്തു കബീറുൻ. ഇത് ആയത്ത് വലുതായെന്ന് നോക്കണ്ട, ഇവിടെ ഈ ഭാഗം ക്ലിയർ ആണ്. അൽ ഹജ്ജു അഷ്ഹുറുൻ മഅലൂമാത്ത്. അപ്പോൾ ഹജ്ജ് എന്നുള്ളത് മുബ്തദ ആണ്, മർഫു. ഈ ആയത്തിൻ്റെ ബാക്കിയാണ് ഫമൻ ഫറള. ആരാണോ ഇഹ്റാം ചെയ്തത്, തൻ്റെ മേൽ നിർബന്ധമാക്കിയത്, ഫീഹിന്ന ആ മാസങ്ങളിൽ, ഹജ്ജ് മാസങ്ങളിൽ, അൽ ഹജ്ജ ഹജ്ജിനെ. അപ്പോൾ ഫറള എന്നുള്ളതിൻ്റെ മഫൂൽ ബിഹാണ് ഹജ്ജ്. അതിൻ്റെ ഇറാബ് എന്താ? മൻസൂബ്. ഇതേ ആയത്ത് തന്നെയാണ് ഫലാ റഫസ. ആ ഹജ്ജ് മാസങ്ങളിൽ ഇഹ്റാം ചെയ്താൽ റഫസ് പാടില്ല. റഫസ് പറഞ്ഞാൽ ഭാര്യയുമായിട്ടുള്ള ബന്ധം. ഫലാ റഫസ വലാ ഫുസൂഖ, തമ്മാടിത്തം പാടില്ല. വലാ ജിദാല, ജിദാൽ പാടില്ല. ഫിൽ ഹജ്ജി. ഇതിവിടെ ഹജ്ജിൻ്റെ ഇറാബ് എന്താണ്? ഫി വന്നുകൊണ്ട് ഫി ഹർഫ് ജർ അല്ലേ? അപ്പോൾ ഹജ്ജ് എന്നുള്ള വാക്ക് ഇവിടെ എന്താണ്? മൻസൂബ്. ഇവിടെ മർഫൂ, ഇവിടെ മജ്റൂർ അല്ലേ? അപ്പോൾ റഫിൻ്റെ അലാമത്ത് ദമ്മ, നസ്ബിൻ്റെ അലാമത്ത് ഫത്ഹ, ജറിൻ്റെ അലാമത്ത് കസ്ര. അപ്പോൾ ഈ ജാ സെയ്ദെന്ന് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതൊരൊറ്റ ആയത്താണ്. അൽ ഹജ്ജ് അഷ്ഹുറും മഅലൂമാത്ത് ഫമൻ ഫറദ ഫീഹിന്ന അൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജി. മർഫൂ, മൻസൂബ്, മജ്റൂർ. അപ്പോൾ ഈ പറഞ്ഞ് നമുക്ക് ഒരു ഖാഇദ, ഒരു നിയമം ചുരുക്കി എഴുതാം. എന്താണ്? അലാമാത്തു അൽ ഇഅറാബി അൽ അസ്ലിയ. ഇഅറാബിൻ്റെ അസ്ലിയായ അലാമത്തുകൾ എന്ന് പറയുന്നത് അർ-റഫ്ഉ ബിദ്ദമ്മതി, ദമ്മ കൊണ്ട് റഫ്ഉ, വൻ-നസ്ബു ബിൽ ഫത്ഹതി, വൽ ജർറു ബിൽ കസ്റതി. ശരിയല്ലേ? ഇത്രയും പറഞ്ഞെന്ന് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കിക്കൂടെ? അപ്പോൾ ഇതാണ് നമ്മൾ പഠിക്കുന്ന, നമ്മളിപ്പോൾ പഠിച്ച നിയമം, ഒരു നിയമം. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? അലാമാത്തുൽ ഇറാബി അൽ ഫർഇയ്യ ഉണ്ട്. ഇതല്ലാത്ത ദമ്മ കൊണ്ട് റഫ്ഉം ഫത്ഹ കൊണ്ട് നസ്ബും കസ്റ കൊണ്ട് ജറും ചെയ്യാത്ത ചില വാക്കുകളുണ്ടെന്ന് പറഞ്ഞു. 7 വിഭാഗങ്ങളാണ് അവർ. അതിൽ ഒന്നാമത്തെ വിഭാഗത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അൽ അസ്മാ ഉൽ ഖംസ. അതിനും നമ്മൾ കുറേ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് ഇന്ന് ഖുർആൻ്റെ ഉദാഹരണങ്ങൾ പറയാം. അതും നമ്മൾ പറഞ്ഞ ഉദാഹരണങ്ങൾ തന്നെ. എന്തായിരുന്നു? ജാ അഹൂക, റഅയ്തു അഹാക, സല്ലംതു അലാ അഖീക. ഇനി നമുക്ക് ഖുർആനിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. ഈ അസ്മാ ഉൽ ഖംസക്ക്. വ അബൂന ഷെയ്ഖുൻ കബീർ. യൂസുഫ് അലൈഹി സ്വലാം, മൂസ അലൈഹി സ്വലാം വെള്ളം കോരി കൊടുത്തല്ലോ 2 പെണ്ണുങ്ങൾക്ക്. അപ്പോൾ അവർ പറഞ്ഞതാണ്, ഞങ്ങളിങ്ങനെ വെള്ളം എടുക്കാൻ വരാൻ കാരണം, അല്ല, സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ് ഇസ്ലാമിലെ അടിസ്ഥാനം. കഴിയുമെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ പുറത്തിറങ്ങാം. അവരെ അസൽ വീട്ടിലിരിക്കുക എന്നുള്ളതാണ്. വഖർന ഫീ ബുയൂത്തികുന്ന, പുറത്തിറങ്ങാം. എന്തുണ്ടെങ്കിൽ, ഹാജത്തുണ്ടെങ്കിൽ ഇസ്ലാമിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്. ഈ ആയത്തിൽ പറയുന്നുണ്ട് ശരിക്കും ആ വിഷയം. എന്താണ് അവർ പറയുന്നത്? മൂസാ നബി അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തേ വെള്ളം എടുക്കാൻ വരാൻ കാരണം? അപ്പോൾ തന്നെ ഇത് മനസ്സിലാക്കാം.
സാധാരണ സ്ത്രീകൾ പുറത്തിറങ്ങൂല, അല്ലെങ്കിൽ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ മുസാനബിക്ക്. അപ്പോൾ അവർ പറയുന്നത് നോക്കൂ, ലാ നസ്കി ഹത്താ യുസ്തിറ റിഅ. ഒന്നാമത് ആണുങ്ങളായ ഇടയന്മാരൊക്കെ വെള്ളം കോരി ആടിന് കൊടുക്കാനാണ് വെള്ളം കോരുന്നത്. അപ്പോൾ ഇടയന്മാർ വെള്ളം കോരി വീട്ടിൽ പോകുന്നത് അവർ മടങ്ങി പോകുന്നത് വരെ ഞങ്ങൾ അങ്ങോട്ട് പോവില്ല. അപ്പോൾ ഇഖ്തിലാത്തില്ല, ആ കിണറിൻ്റെ അടുത്ത് പോവില്ല ആണുങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവാതെ. ലാനസ്കി ഹത്ത യുസ്തിറ റിഅ വ അബൂന ഷെയ്ഖുൻ കബീർ. ഞങ്ങളുടെ ഉപ്പ പ്രായമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഹാജത്തുണ്ട്, എന്താണ്, ഉപ്പാക്ക് പ്രായമായിട്ടുണ്ട്, ഉപ്പാക്ക് പോയിട്ട് വെള്ളം എടുക്കാൻ കഴിയില്ല. അതോടൊപ്പം ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചിട്ടാണ് അവർ ചെയ്യുന്നതും, ഇഖ്തിലാത്തില്ല. അപ്പോൾ ജോലിൻ്റെ കാര്യത്തിലൊക്കെ ഇതാണ് നിയമം. ജോലി ചെയ്യാൻ ഹാജത്തുണ്ട്. നമ്മൾ സ്ത്രീകൾ ജോലി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നില്ല. ഹാജത്തുണ്ടെങ്കിൽ, ഇപ്പോൾ ഭർത്താവിൻ്റെ ശമ്പളം തികയില്ല, ശരിക്കും തികയാത്ത അവസ്ഥ, അത്യാഗ്രഹത്തിന് തികയാത്തതല്ല, അടിസ്ഥാന ആവശ്യങ്ങൾക്ക് തികയാത്ത അവസ്ഥയാണ്, അപ്പോൾ ജോലി ചെയ്യാം. ഹത്ത യുസ്തിറ റിഅ, ഈ പറഞ്ഞ പോലെ മറ്റുള്ള ഇടയന്മാരവിടെ ഉണ്ടാവാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ. ഇഖ്തിലാത്തില്ലാത്ത ജോലി അവർക്ക് ചെയ്യാം. അപ്പോൾ അവർ ആ പെണ്ണുങ്ങൾ പറഞ്ഞ വാക്കാണ് അബൂന ഷെയ്ഖുൻ കബീർ. അപ്പോൾ ഈ അബൂന എന്നുള്ളതിൻ്റെ ഇറാബ് എന്താണ്? അബൂന ഷെയ്ഖുൻ കബീർ. ഈ അബൂന എന്നുള്ളത് എന്താണ്? മർഫു ആണ്, കാരണം മുബ്തദാണ്. അബൂന ഞങ്ങളുടെ ഉപ്പ. മറ്റൊരു ഉദാഹരണം, ഈ അബ് എന്നുള്ള വാക്ക് വെച്ചിട്ട് തന്നെ പറയാം, അപ്പോൾ വ്യക്തമാവും. യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ കഥയിൽ മൂത്ത സഹോദരൻ പറയുന്നുണ്ട്, അലം തഅലമു അന്ന അബാക്കും ഖദ് അഖദ അലൈക്കും മൗസിഖം മിനല്ലാഹി. ബിന്യാമീനെ, അത് യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ അനിയനെ അവിടെ പിടിച്ചു വെച്ചല്ലോ. അപ്പോൾ പിടിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു, ഞാനില്ല, ഞാൻ ഉപ്പാൻ്റെ അടുത്തേക്ക് പോയി നിൽക്കാൻ എനിക്ക് വയ്യ, ഒരു പ്രാവശ്യം നമ്മൾ ഒരു തെറ്റ് ചെയ്തതാണ്, ഇപ്പോൾ രണ്ടാമത്തെ മോനും പോയി, ഇനി ഉപ്പാൻ്റെ അടുത്തേക്ക് ഞാനില്ല, ഒരു തീരുമാനമാവാതെ ഞാനില്ല എന്ന് പറയാണ്. അപ്പോൾ അന്ന അബാക്കും എന്നാണ് പറയുന്നത്. അന്ന അബാക്കും, അന്ന അബാക്കും. ഈ അബാക്കും എന്നുള്ളതിൻ്റെ ഇറാബ് എന്താണ്? അന്ന വന്നു, ഇന്നൊക്കെ നസ്ബ് എന്ന ഹർഫുകളാണല്ലോ, അപ്പോൾ ഇത് മൻസൂബാണ്. അപ്പോൾ നസ്ബിൻ്റെ അലാമത്ത് എന്താണ്? ഇവിടെ മർഫു ആണെന്ന് പറഞ്ഞു, ഇവിടെ മൻസൂബാണ് എന്ന് പറഞ്ഞു. ശരി, അടുത്തൊരു ഉദാഹരണം. ഇതേ കഥയിൽ തന്നെ ഈ സഹോദരൻ തന്നെ പറയുന്നുണ്ട് അവരോട്, ഇർജിഉ ഇലാ അബീക്കും. ഞങ്ങൾ ഉപ്പാൻ്റെ അടുത്ത് പോയിട്ട് പറയാം, മോഷ്ടിച്ചു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ഇർജിഉ ഇലാ അബീക്കും. ഇവിടെ അബീക്കും എന്നുള്ളതിൻ്റെ ഇറാബ് എന്താണ്? ഇല വന്നു കഴിഞ്ഞാൽ ജറല്ലേ, അപ്പോൾ അബീക്കും എന്നുള്ളത് ഇവിടെ മജ്റൂറാണ്. അപ്പോൾ ഈ അബ് എന്നുള്ളത് മുദാഫായിട്ട് വരുന്ന അബ്, നമ്മളെ അബൂക്ക എന്നുള്ള അബൂഹു, അങ്ങനെയുള്ള ഈ അബ് എന്നുള്ള വാക്ക് ഇവിടെ മർഫു ആയിട്ട് വന്നു, മൻസൂബായിട്ട് വന്നു, മജ്റൂറായിട്ട് വന്നു. അപ്പോൾ റഫിൻ്റെ അലാമത്ത് എന്താണ്? നസ്ബിൻ്റെ അലാമത്ത് എന്താണ്? ജറിൻ്റെ അലാമത്ത് എന്താണ് എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ഇതിൽ മൂന്നിലും എന്താണ് സംഭവിച്ചത് നോക്കിയാൽ മതി. ഈ രണ്ടിലും ഇല്ലാത്ത എന്താണ് ഇതിലുള്ളത്? വാവാണ്. അപ്പോൾ റഫിൻ്റെ അലാമത്ത് വാവാന്ന് മനസ്സിലായി. ഇതിലും ഇല്ലാത്തത് എന്താണ്? ഇവിടെ അലിഫാണ്. അപ്പോൾ നസ്ബിൻ്റെ അലാമത്ത് അലിഫാണ്. ഇതിൽ രണ്ടിലും ഇല്ലാത്തത് യാ ആണ് ഇവിടെ. അപ്പോൾ ജറിൻ്റെ അലാമത്ത് യാ ആണ്. അങ്ങനെയല്ലേ നമ്മൾ മുമ്പ് ചെയ്തത്? അൽ ഹജ്ജു, അൽ ഹജ്ജ, അൽ ഹജ്ജി എന്നുള്ളത് ഫതഹ മറ്റേ രണ്ടിലും ഉണ്ടായിരുന്നില്ല, കസ്റ അതല്ലാത്ത മറ്റ് രണ്ടിലും ഇല്ല. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ അലാമത്ത് എന്ന് പറഞ്ഞത്. ഹജ്ജു എന്നുള്ളത് റഫിൻ്റെ അലാമത്താണ്, അളമ്മ പറയാൻ കാരണം ഹജ്ജ, ഹജ്ജി എന്നുള്ളതിൽ അളമ്മില്ല. അതേ യുക്തി ഉപയോഗിച്ചാൽ ഇവിടെ റഫിൻ്റെ അലാമത്ത് വാവ്, നസ്ബിൻ്റെ അലാമത്ത് ഫതഹ, ജറിൻ്റെ അലാമത്ത് കസ്റ. വ്യക്തമല്ലേ ഇത്? അഫൻ, റഫിൻ്റെ അലാമത്ത് വാവ്, നസ്ബിൻ്റെ അലാമത്ത് അലിഫ്, ജറിൻ്റെ അലാമത്ത് യാ. പിന്നെ ഇവരൊക്കെ തമ്മിൽ ബന്ധങ്ങളുണ്ട് കേട്ടോ. ഈ റഫിൻ്റെ അലാമത്ത് വാവാവാൻ ഒരു കാരണമുണ്ട്. അതെന്താണ്? ലമ്മൻ്റെ വാപ്പയാണ് വാവ് എന്ന് പറയുന്നത്. ഊ എന്നാണ് ലമ്മ, ഊ എന്ന് പറഞ്ഞതല്ലേ വാവ്. അതുപോലെ ഫതഹ് എന്താണ്? ആ എന്ന് പറയുന്നതാണ് അലിഫ്. ബ ബാ, കസ്റ നീട്ടിയതാണ് യാ, ബി ബി. അപ്പോൾ ഇതൊന്നും വെറുതെ അല്ല എന്നും കൂടി മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചോപ്പിൽ എഴുതിയ പോലെ വേറൊരു കായിക നമുക്കിവിടെ എഴുതാം. എന്താണ്? അൽ അസ്മാ ഉൽ ഹംസ. എന്താണ് അസ്മാ ഉൽ ഹംസ എന്ന് പറഞ്ഞാൽ? അഹൂക്ക, അബൂക്ക, ഹമൂക്ക, അഫൂക്ക. അവർ തുർഫഉ, അതിനെ റഫു ചെയ്യും. എന്തുകൊണ്ട്? ബിൽ വാവി. ഇവിടെ റഫു ബിൽ ലമ്മ, നസ്ബ് ബിൽ ഫത്ഹ, ജർബ് കസ്റ എന്ന് പറഞ്ഞ പോലെ അൽ അസ്മാ ഉൽ ഹംസ തുർഫഉ ബിൽ വാവി വ തുൻസബു ബിൽ അലിഫി വ തുജറു
ബിൽ യായി, ശരിയല്ലേ? അപ്പോൾ നമുക്കിത് മായ്ക്കണം. ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇവിടെ എഴുതി വെച്ച് കഴിഞ്ഞ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ മറ്റൊരു ഉദാഹരണം, മറ്റൊന്ന് ഖുറാനിൽ വന്നതാണ് ദൂ എന്നുള്ളത്. നമ്മൾ പറഞ്ഞ 5 ദൂ. ദൂവിൻ്റെ ഉദാഹരണങ്ങൾ ഖുറാനിൽ കാണാം, റഫായിട്ടും നസ്ബായിട്ടും ജറായിട്ടും. ഞാൻ വായിക്കാം. ഇന്ന റബ്ബക ലദൂ മഗ്ഫിറത്തിൻ ലിന്നാസി അലാ ദുൽമിഹിം. റഫാണ്, ദൂ മഗ്ഫിറ. വ ആതി ദൽ ഖുർബ ഹഖഹും. ആത്തി എന്നുള്ളത് ഫിഅലാണ്, അതിൻ്റെ മഫ്ഊൽ ബിഹിയാണ് ദൽ ഖുർബ എന്നുള്ളത്. അപ്പോൾ നസ്ബ് ഫത്ത് ചെയ്തു, ഫത്ത് കൊണ്ട് നസ്ബ് ചെയ്തു. ഹൽ ഫി ദാലിക ഖസമുൻ ലി ഹിജർ. ലീ എന്നുള്ളത് ഹർഫ് ജറാണ്, അതുകൊണ്ട് ദീ എന്ന് വന്നു. ശരി, ഇനി അടുത്ത വിഭാഗം. ഇപ്പോൾ ഇവിടെ അസ്മാവുൽ ഖംസനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത വിഭാഗമാണ് അൽ മുസന്ന. മുസന്ന എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ദ്വിവചനം എന്ന് പറയും, 2 ആൾ, റജുലാനി, കിതാബാനി, കലമാനി, മുസ്ലിമാനി. അത് എങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം? ഈ അസ്മാഉൽ ഖംസനെ പോലെ ഒരു പ്രത്യേകതയുള്ള ആളാണ് മുസന്ന. മുസന്ന റഫ് ചെയ്യുമ്പോൾ നമുക്ക് ഖുർആനിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ തന്നെ പറയാം. കാല റജുലാനി. സൂറത്ത് മാഇദയിൽ മൂസാ നബി അലൈഹി സ്വലാം ബൈത്തുൽ മഖ്ദിസ് കീഴടക്കാൻ വേണ്ടിയിട്ട് ബനി ഇസ്രായേലിനോട് പറയുമ്പോൾ അവർ പറയും, ഞങ്ങളില്ല, നീയും റബ്ബും പേര് യുദ്ധം ചെയ്താൽ. പക്ഷേ കൂട്ടത്തിൽ 2 പേര് യുദ്ധം ചെയ്യാൻ റെഡിയായിരിക്കും. കാല റജുലാനി മിനല്ലദീന യഖാഫൂന അൻഅമല്ലാഹു അലൈഹിം വദ്ഖുലു അലൈഹിമുൽ ബാബ ഫഇദാ ദഖൽതുമൂഹു ഫഇന്നകും ഗാലിബൂൻ. അള്ളാഹിൻ്റെ സഹായം ഉണ്ടാവും, നമുക്ക് യുദ്ധം ചെയ്യാം എന്ന് 2 ആൾ പറഞ്ഞു. അപ്പോൾ കാലൻ്റെ ഫായിലാണ് റജുലാനി, ജാ അസൈദുൻ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അവിടെ മർഫുവാണ്. ഇനി നസ്ബ് ചെയ്തൊരു ഉദാഹരണം, ഇദ് അർസൽന ഇലൈഹിം ഉസ്നൈനി. സൂറത്ത് യാസീനിൽ ഇദ് അർസൽന ഇലൈഹിം ഉസ്നൈനി. ഇസ്നാനിയാണ് സാധാരണ പറയൽ, അത് മഫ്ഊൽ ബിഹി ആയപ്പോൾ ഇസ്നൈനിയായി. ഇദ് അർസൽന ഇലൈഹിം ഇസ്നൈനി. റജുലാനി എന്താണ് ഇറാബ്? ഇസ്നൈനി എന്താണ്? നിങ്ങൾ പറയേ, മൻസൂബ്. ഇനി ജറിൻ്റെ ഒരു ഉദാഹരണം, ഫഖദാഹുന്ന സബ്അ സമാവാത്ത്. ആകാശം സൃഷ്ടിച്ചിട്ട് അള്ളാഹ് എന്ത് ചെയ്തു? അതിനെ 7 ആകാശങ്ങളായി വിഭജിച്ചു. ഫി യൗമൈനി, 2 ദിവസം കൊണ്ട്. ഫഖദാഹുന്ന സബ്അ സമാവാത്തിൻ ഫി യൗമൈനി. യൗമൈനി എന്താണ് ഇറാബ്? നിങ്ങൾ പറയേ, ഷറമേ. ഫീൽ എവിടെ? അപ്പോൾ മജ്റൂർ എന്ന് ഉറപ്പല്ലേ, മജ്റൂർ. അപ്പോൾ റഫിൻ്റെ അലാമത്ത് എന്താണ് ഇവിടെ? ഇത് നോക്കിയാൽ മതി, ഇതിൽ 2ലും ഇല്ലാത്ത എന്താണ് ഇതിലുള്ളത് നോക്കിയാൽ മതി. ശരിക്ക് കണ്ണൂർ നോക്ക്, വാവുണ്ടോ അവിടെ? റജുലൂന എന്ന അലിഫല്ലേ? അപ്പോൾ ഇവിടെ റഫിൻ്റെ അലാമത്ത് അലിഫാണ്, ഇവിടെയോ? അപ്പോൾ നസ്ബിൻ്റെ അലാമത്ത് യാ ആണ്. ഇവിടെ യാ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ജറിൻ്റെ അലാമത്തും യാ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ നമ്മളെ നിയമമായിട്ട് അൽ മുസന്ന യുർഫഉ ബിൽ അലിഫി. പേടിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോളേ. യുർഫഉ ബിൽ അലിഫി വയുൻസബു. നമുക്ക് ഒന്നുകൂടി ചുരുക്കാമല്ലേ, വെറുതെ മഷികളുണ്ടല്ലോ. യുൻസബു വയുജറു എന്ന് പറഞ്ഞാൽ പോരെ? വയുൻസബു വയുജറു ബിൽ യായി. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഈ പറഞ്ഞ സംഭവങ്ങൾ ഇത് നമ്മൾ ചുരുക്കി ഇവിടെ എഴുതി കഴിഞ്ഞു. ഇനി ഇതുപോലുള്ള അടുത്ത ആളാണ് മുസന്ന കഴിഞ്ഞാൽ ജംഉ മുദക്കർ സാലിം. എന്താ ജംഉ മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ? വാവും നൂനും കൊണ്ട് ജമ്മാക്കുന്ന ജമ്മുകൾ. മുസ്ലിമുൻ മുസ്ലിമൂന, മുഅ്മിനുൻ മുഅ്മിനൂന. അവസാനത്തിലൊരു വാവും നൂനും എഴുതിയിട്ടുണ്ടാക്കുന്ന ജമ്മുകൾ, അതാണ് ജംഉ മുദക്കർ സാലിം. ഓക്കെ, എന്താണ് ഈ പേര് വരാൻ കാരണം? ജമ്മ് എന്ന് പറഞ്ഞാൽ ജമ്മാണ്, മുദക്കർ എന്ന് പറയാൻ കാരണം പുല്ലിങ്ങാണ്, സാലിം എന്ന് പറയാൻ കാരണം അതിൻ്റെ മുഫ്രദിനെ നമ്മൾ കേടുവരുത്തുന്നില്ല, സാലിമാണ്. അതിന് ശേഷം ഒരു വാവും നൂനും എഴുതുന്നേ ഉള്ളൂ. സാധാരണ ജമ്മാക്കുമ്പോൾ മുഫ്രദ് കേടുവരും. ഇപ്പോൾ റജുലുൻ എന്നുള്ളതിൻ്റെ ജമ്മ എന്താ? റിജാലുൻ, ആകെ ഉടഞ്ഞുപോയി, റിയായി. ഇതൊന്നും ചെയ്യുന്നില്ല. മുസ്ലിം എന്നുള്ളത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്, മുസ്ലിമൂന, ലാസ്റ്റ് ഒരു വാവും നൂനും ആഡ് ചെയ്തു മാത്രം. അതുപോലെ ജമ്മു മുഅന്നസ് സാലിമുണ്ട്, മുസ്ലിമത്തുൻ മുസ്ലിമാത്തുൻ. സ്വാഭാവികമായിട്ടും മുദക്കറാണ് ആദ്യം പറയേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ റഫുൻ നസ്ബും ഖുർആൻ തന്നെ നമുക്ക് നോക്കാം ഉദാഹരണങ്ങൾ. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്. വൽ മുഅ്മിനൂന മർഫുആണ്.
വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅദ്. മുഅ്മിനായ സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം ഔലിയാക്കളാവുന്നു, സംരക്ഷകരാകുന്നു, സുഹൃത്തുക്കളാകുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ മുഅ്മിനൂൻ എന്നുള്ളത് മുബ്തദ ആണ്, ബഅ്ദുഹും ഔലിയാ ബഅദ് എന്നുള്ളത് ഖബറാണ്. അപ്പോൾ ഇതിൻ്റെ ഇറാബ് എന്താണ്? മർഫൂ. ഇത് ഈ മുബ്തദ മർഫൂ ആയിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കാത്ത കാര്യമാണ്. പക്ഷെ അതിപ്പോൾ പറയാല്ലാതെ നിർവാഹമില്ല. ഏതുപോലെ നമ്മൾ സ്പെല്ലിംഗ് പഠിപ്പിക്കുമ്പോൾ സ്കൂളിൽ എ ഫോർ ആപ്പിൾ, ഈ ആപ്പിൾ എവിടെ നിന്ന് വന്ന്? അതിൻ്റെ പി ഉണ്ട്, എൽ ഉണ്ട്, പക്ഷെ വേറെ മാർഗ്ഗമല്ല. എ പഠിപ്പിക്കാൻ എ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടല്ലേ പി വരുന്നത്. അതുപോലെ തൽക്കാലം ക്ഷമിക്കുക. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാ ബഅദ്. ഇവിടെ മുഅ്മിനൂൻ എന്നുള്ള വാക്ക് മർഫൂ ആണ്. ഇനി നസ്ബിൻ്റെ ഒരു ഉദാഹരണം തന്നെ, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി ആയത്ത് സൂറത്ത് അഹ്സാബിലെ വലിയൊരു ആയത്ത്. അപ്പോൾ ഇതിൽ മുസ്ലിമീൻ്റെ ഇറാബ് എന്താണ്? നസ്ബാണ്, കാരണം ഇന്ന വന്നിട്ടുണ്ട്. അപ്പോൾ മൻസൂബ്. മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ ആഹദുല്ലാഹി അലൈഹി, സൂറത്തുൽ അഹ്സാബിലെ ആയത്ത്. മിനൽ മുഅ്മിനീന റിജാലുൻ, മുഅ്മിനീങ്ങളിൽ ചില പുരുഷന്മാരുണ്ട്, സ്വദഖൂ മാ ആഹദുല്ലാഹി അലൈഹി, അള്ളാഹുവിന് കൊടുത്ത വാക്ക് പാലിച്ചവരാണ്. ഇതിൽ മുഅ്മിനീൻ എന്നുള്ള വാക്കിൻ്റെ ഇറാബ് എന്താണ്? മജ്റൂർ, കാരണം മിന്നുണ്ട്, ഹർഫ് ജർ. ഇനി നോക്കാം, നേരത്തെ പോലെ നോക്കാം. മുഅ്മിനൂൻ മർഫൂ, മുസ്ലിമീൻ മൻസൂബ്, മുഅ്മിനീൻ മൻസൂബ്. അപ്പോൾ റഫിൻ്റെ അലാമത്ത് എന്താണ്? വാവ്. നസ്ബിൻ്റെ യാ, ജറിൻ്റെ യാ. അപ്പോൾ നമുക്കിവിടെ നിയമം എന്താണ്? ജംഉ അൽ മുദക്കർ അസ്സാലിം ഷോർട്ടാക്കി. യുർഫഉ പറയുങ്ങൾ ബിൽ വാവി, വയുൻസബു വയുജറു ബിൽ യായി. ഇത് രണ്ടും ഒരുപോലെയാണല്ലേ? നസ്ബും ജറും കുഴപ്പമില്ല, ഒരുപോലെ ആയിക്കോട്ടെ. ഇനി അടുത്തത് ജമു മുഅന്നസ് സാലിം. ജമു മുഅന്നസ് സാലിമിൽ ഒന്നാമത്തെ ഉദാഹരണം നേരത്തെ നമ്മൾ പറഞ്ഞ ആയത്ത് തന്നെ. എന്താണ്? ഞാനതറിയാതെ മായ്ച്ചു പോയി. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅദ്. ഈ മുഅ്മിനാത്തില്ലേ ഇവിടെ? മുഅ്മിനാത്ത് എന്താണ്? മർഫൂ. കാരണം ഈ മുഅ്മിനൂൻ എന്നുള്ള അതിൻ്റെ കൂടെ വാവ് വെച്ചിട്ട് പറഞ്ഞാണ്. വാവ് വെച്ചിട്ട് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് ബാക്കത്തെ അതേ നിയമം തന്നെ ആയിരിക്കും. അപ്പോൾ മർഫൂ ആണ്. മൻസൂബായിട്ടുള്ളൊരു ഉദാഹരണം നേരത്തെ പറഞ്ഞു തന്നെ, വെറുതെ മായ്ച്ചല്ലേ അത്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി, മുസ്ലിമാത്ത് എന്താണ്? മൻസൂബ്. പിന്നെ മജ്റൂറിൻ്റെ ഒരു ഉദാഹരണം പറയും നിങ്ങൾ, അല്ല ഞാൻ തന്നെ പറയണോ? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. സൂറത്ത് റൂമിൽ കുറേ ആയത്തുണ്ട്. വമിൻ ആയാതിഹി വമിൻ ആയാതിഹി എന്നാണ്. ആയത്ത് എന്നുള്ളതിൻ്റെ ജമാണ് ആയാത്ത്. ആയത്ത് എന്നുള്ളതിൻ്റെ ജമാണ് ആയാത്ത്. അപ്പോൾ വമിൻ ആയാതിഹി. അപ്പോൾ ആയാത്തിൻ്റെ ഇറാബ് എന്താണ്? മജ്റൂർ, കാരണം ഹർഫ് ജർ വന്നുണ്ട്. ഗൈറാക്കലാണല്ലേ? സാലിമാണ് മനസ്സിലാക്കുന്നത്. ആയത്തുൻ അലിഫും താവല്ലേ വന്നിട്ടുള്ളൂ? അല്ല തോന്നണ്ടല്ലേ? അല്ല. വേറെ ഉദാഹരണം പറയും. അത് ഒരു ഡൗട്ടുണ്ട്, അത് വേണ്ട. മുസ്ലിമാത്ത് മുഅ്മിനാത്ത് ഇതുപോലെ എന്തെങ്കിലും ഒരു ഉദാഹരണം പറയും. ഇനി ഉദാഹരണമൊന്നുമില്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു ഉദാഹരണം പറയാം. സല്ലംതു അല, വേറെ മാർഗ്ഗമല്ല. സല്ലംതു അലൽ മുസ്ലിമാത്തി. ഇല്ല, സല്ലംതു അലൽ മുസ്ലിമാത്തി. മുസ്ലിമാത്തിൻ്റെ ഇറാബ് എന്താ ഇവിടെ? മജ്റൂർ, കാരണം അല ഹർഫ് ജറാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നിയമം ഉണ്ടാക്കാം. മുഅ്മിനാത്തു എന്നുള്ള ഇത് മർഫൂ ആണ്. മുസ്ലിമാത്തി, ഇവിടെ മുസ്ലിമാത്തി. യുർഫഉ ബിദ്ദമ്മ, ദമ്മല്ലേ? ഇവിടെ ദമ്മാണ്, ഇവിടെ രണ്ടും ഫത്താണ്. അതിൽ വ്യത്യാസം ഈ തൊട്ടുമ്പത്തെ അക്ഷരം. ഇവിടെ
മുഅ്മിനൂന മുഅ്മിനീന എന്നുള്ള സ്ഥലത്ത് വാവും യാവുമായിരുന്നു മാറിയിരുന്നത്. ഇവിടെ സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ മാറുന്നുണ്ടോ? ഈ അലിഫ് അലിഫ് തന്നെയാണ് എല്ലായിടത്തും. അപ്പോൾ മാറ്റം സംഭവിച്ച എവിടെയാണ് നമ്മൾ നോക്കണ്ടേ? അപ്പോൾ റഫിന് ദമ്മ, നസ്ബിനും ജറിനും കസ്റ. അതാണ് പെണ്ണുങ്ങളെ പ്രശ്നം. കണ്ടോ, നേരെ വിപരീതമാണ്. നസ്ബ് ചെയ്യേണ്ടത് ഫത്തഹ കൊണ്ടാണ്. ഇന്ന സൈദൻ എന്നായിരുന്നു, നേരെ തല തിരിച്ച്. അപ്പോൾ പെണ്ണുങ്ങളിൽ നല്ലൊരു ഒരുപാടുണ്ട്, പക്ഷേ ഒരു തമാശ പറഞ്ഞു മാത്രം. ജംഅ് മുഅന്നസ് സാലിം എന്താണ്? യുർഫഉ ബിദ്ദമ്മതി. എന്താ യുർഫഉ ബിദ്ദമ്മ എന്ന് പറയാൻ മടിയുണ്ടോ? അതായിരുന്നില്ല ഇവിടെ എല്ലാത്തിൻ്റെ നിയമം. നമ്മൾ കുറച്ച് നിയമവിരുദ്ധരായ ആൾക്കാരെ കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ദമ്മനെ ഒറ്റ മറന്നുപോയി. യുർഫഉ ബിദ്ദമ്മതി അങ്ങനെ ഒരു ഖൈറുണ്ട് കേട്ടോ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ. ജംഅ് മുദക്കർ സാലിമിന് ഇല്ലാത്തൊരു ഗുണം. അതായത് ദമ്മൻ്റെ കാര്യത്തിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അസ്ല് പാലിച്ചിട്ടുണ്ട്. വയുൻസബു വയുജറു ബിൽ കസ്റത്തി. കസ്രിയല്ല, കസ്റത്ത്. ഇറാബിൻ്റെ കാര്യം പറയുമ്പോൾ കസ്റ. ഉദാഹരണം കിട്ടിയ മാറ്റം എവിടെയാണെന്നുള്ളതാണ് നമ്മുടെ വിഷയം. മുസ്ലിമീന, മുസ്ലിമൂന, അതിൽ നൂനും എന്തെങ്കിലും മാറ്റം ഉണ്ടോ? നൂന് ഫത്തഹ തന്നെയാണ്. മുസ്ലിമൂന, മുസ്ലിമീന, ന ന ന, മാറ്റമില്ലല്ലോ. മാറ്റം നടന്നത് എവിടെയാണ്? വാവ് ആയി മാറി എന്നുള്ളതാണ് മാറ്റം. ഇവിടെ ഈ അലിഫിൽ മാറ്റമൊന്നുമില്ല, തായിലാണ് മാറ്റം നടന്നത്. മാറ്റം എവിടെയെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. യാതൊരു വിവേചനമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നാലാമത്തെ. ഇനി അഞ്ചാമത്തത് അതാണ് ഒരു വിവാദമായിട്ടുള്ള ഒരു വിഭാഗമാണ്. അൽ അസ്മാഉ ഗൈറുൽ മുൻസരിഫ എന്നൊരു വിഭാഗമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ നഹ്വ് പഠിച്ചാൽ. ഗൈറു മുൻസരിഫ്. ഈ ഗൈറു മുൻസരിഫ് എന്ന് പറയുന്നത് നഹ്വ് പഠിക്കുന്ന ആളുകൾ പഠിത്തം നിർത്തുന്ന സ്റ്റോപ്പിൻ്റെ പേരാണ് ഗൈറു മുൻസരിഫ് എന്ന് പറയുന്നത്. അത് സുബ്ഹാനല്ലാഹ്, ഈ നഹ്വിൻ്റെ കിതാബിലൊക്കെ തുടക്കത്തിൽ തന്നെ കൊടുക്കുകയും ചെയ്യും. നിർത്തുന്നത് നേരത്തെ നിർത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷെ നമ്മളതിനെ മറികടക്കാൻ പോവാണ്. നമ്മളതിൻ്റെ വിശദാംശങ്ങൾ പഠിക്കുന്നില്ല. ഗൈർ മുൻസരിഫ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ കിതാബ് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ മനസ്സിലാവും നമുക്ക്. അപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാവും. പക്ഷെ ഇപ്പോൾ അതിലേക്ക് നമ്മൾ ആയത്തിൽ ഇറങ്ങിപ്പോയാൽ അവസാനമായിരിക്കും നഹ്വ് പഠനം. അപ്പോൾ ഗൈർ മുൻസരിഫ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മുൻസരിഫ് അല്ലാത്തത് ഇത്രയല്ലേ? മുൻസരിഫ് എന്ന് പറഞ്ഞാൽ എന്താ? സൊർഫ് എന്നുള്ള വാക്കിൻ്റെ ബേസിക് അർത്ഥം, അതിൻ്റെ ഭാഷയിലർത്ഥം എന്താണ്? തെൻവീൻ എന്നാണ്. തെൻവീനിന് സർഫ് എന്ന് വരാനുള്ള കാരണം എന്താണെന്നുള്ളതൊക്കെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. സർഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥങ്ങളിൽപ്പെട്ടൊരു കാര്യമാണ് എക്സ്ചേഞ്ച്. മസ്റഫ് എന്നല്ലേ ബാങ്കിന് പറയുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് നാണയങ്ങളാണല്ലോ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ നാണയങ്ങൾ കുറേ ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ കൊണ്ടുപോയി അവിടെ ഇട്ട് കൊടുക്കും. അപ്പോൾ അതിന് പകരം കുറച്ച് വാരിയിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ കിലുങ്ങും. അപ്പോൾ ഈ സൗണ്ട് ഒരു മുഴക്കമുണ്ടാവും. ഇപ്പോൾ തെൻവീൻ എന്ന് പറയുന്ന ഒരു മുഴക്കമുണ്ടല്ലോ. ഈ ഖുറാൻ പഠിക്കുന്ന ആൾക്കാരൊക്കെ തെൻവീനിലാണ് എല്ലാ കളികളും. അവരെ ഖിറാത്ത് തമ്മിൽ എന്താ പറയുക, ക്വാളിറ്റി കൂടുന്ന കുറയുന്നതൊക്കെ തെൻവീനിലാണ്, ഉന്നത്ത് കാര്യങ്ങളൊക്കെ. അപ്പോൾ തെൻവീൻ എന്ന് പറയുന്നത് മുഴക്കാണ് ശരിക്ക്. ഈ മണിക്കുന്നതൊക്കെ തെൻവീൻ വരുന്ന സ്ഥലത്താണല്ലോ, നൂൻ സാക്കിന. അപ്പോൾ ഈ മുഴങ്ങുന്ന ശബ്ദത്തിന് സർഫ് എന്ന് പറയും. അപ്പോൾ തെൻവീനിന് സർഫ് എന്ന് പറയാൻ തുടങ്ങി പിന്നീട്. അപ്പോൾ ആ തെൻവീൻ ഇല്ലാത്ത വാക്കുകൾ, അതാണ് ഗൈർ മുൻസരിഫ് എന്ന് പറയുന്നത്. അതായത് ഉമർ എന്നുള്ള ഇസ്മ തെൻവീൻ വരില്ല, ഉമറുൻ എന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളതൊരു അങ്ങനെ ചില നഹ്വിസ്റ്റുകൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ചില ഇസ്മുകൾക്ക് തെൻവീൻ ഇല്ലാതാക്കിയത്? അതാണ് ആളുകൾ നഹ്വ് പഠനം അവസാനിപ്പിക്കാനുള്ള കാരണം. ഇതിൻ്റെ ഉത്തരം പറയണമെങ്കിൽ കുറേ വിശദീകരിക്കാനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഇസ്മുകൾക്ക്, ഗൈർ മുൻസരിഫായിട്ടുള്ള ഇസ്മുകൾക്ക് ഫിഅലിനോട് ചെറിയൊരു സാമ്യമുണ്ട് ഇവർക്കൊക്കെ. അപ്പോൾ ഫിഅലിനോട് സാമ്യം വന്നതുകൊണ്ട് ഇസ്മുകൾ ഇവരെ ശിക്ഷിച്ചതാണ്. ഇസ്മിൻ്റെ ക്വാളിറ്റിയായ തെൻവീൻ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഇസ്മിൻ്റെ അലാമത്ത് തെൻവീൻ, അതുപോലെ ജെറ്. അപ്പോൾ തെൻവീൻ നിങ്ങൾക്കില്ല, കാരണം ഫെയിലിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അതുപോലെ ജെറില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്ത് ജെറിൻ്റെ അലാമത്തായ കസ്റ ഇല്ല. അതിന് പകരം നിങ്ങളെ ജെറ് ചെയ്യുക ഫത്ഹ കൊണ്ടാണ്. അൻ ഉമറ, അൻ ഉമരി എന്ന് പറയില്ല. അപ്പോൾ രണ്ട് ശിക്ഷകൾ കൊടുത്തു ഇസ്മുകൾ ഈ ഗൈർ മുൻസരിഫിന്. ഒന്ന് തെൻവീനില്ല, രണ്ടാമത്തത് കസ്റയില്ല അവർക്ക്. ഇത്രയേ ഉള്ളൂ ഗൈർ മുൻസരിഫ് എന്ന് പറഞ്ഞാൽ. ഇനി ഗൈർ മുൻസരിഫായ ഇസ്മുകൾ ഏതൊക്കെയാണ്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് വിശദീകരിച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ പ്രശ്നത്തിലേക്ക് പോകും. അത് വിശദാംശങ്ങൾ കുറേ ഉണ്ട്.
നമുക്ക് ഉദാഹരണങ്ങൾ പറയാം ഗൈർ മുൻസരിഫിന്. അതിൽപ്പെട്ട ഒന്നാണ് മഫാഇൽ, മഫാഈൽ, ഈ രണ്ട് രൂപത്തിലുള്ള ജംഅകൾ. മസാജിദ്, മസാബീഹ്. ഉദാഹരണത്തിന് സമയമാകുമ്പോൾ പറയണേ. മസാജിദ്, മസാബീഹ്, ഈ രൂപത്തിലുള്ള ജംഅകൾ ഏതായാലും. ഖനാദീൽ, നമ്മൾ സർഫിൽ പഠിച്ച ആ വസനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു അക്ഷരങ്ങളാണ്. ഇപ്പോൾ ജായിദും അസ്ലിയൊന്നും നോക്കുന്നില്ല, ഈ ഒരു അറേഞ്ച്മെൻറ്റ്, ഹർക്കത്തുകളും അക്ഷരങ്ങളും. അപ്പോൾ മസാബീഹ് പോലെ ഖനാദീൽ, അങ്ങനെ. മഫാത്തീഹ്, വേറെ സറാബീൽ, ഖനാതീർ, ഖനാതീർ. അപ്പോൾ ഇങ്ങനെയുള്ള ജംഅകൾ ഒരു കേസ് ഗൈർ മുൻസരിഫിൽ പെട്ടതാണിത്. അങ്ങനെ ഒരു കുറേ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ 2-3 പറയാം ഇപ്പോൾ തൽക്കാല ആവശ്യത്തിന്, നമുക്ക് ഉദാഹരണങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഒന്ന് മഫായിൽ, മഫായിൽ എന്ന രൂപത്തിലുള്ള ജംഅകൾ. രണ്ടാമത്തേത് അൽ അലാമുൽ മുഅന്നസ ഗൈർ സുലാസിയ, സുലാസി അല്ലാത്ത 3-ൽ കൂടുതൽ അക്ഷരമുള്ള സ്ത്രീകളുടെ പേരുകൾ. സൈനബ്, ആയിഷ. അൻ ആയിഷത്ത എന്നാ പറയാം, ആയിഷത്തു എന്നാ പറയാം. ആയിഷത്തു എന്ന് പറയില്ല, ആയിഷത്തു, തൻവീനില്ല, കസ്റിയില്ല. എന്നാൽ 3 അക്ഷരമുള്ളതാണെങ്കിൽ ഇതിൽ പെടില്ല. ഹിന്ദുൻ എന്ന് പറയും, ഹിന്ദുൻ. ഓക്കെ, ഹിന്ദു എന്ന് പെൺകുട്ടികൾക്ക് പേരിടുന്നതാണ്, അത് തൻവീൻ ഉപയോഗിക്കും. അപ്പോൾ രണ്ടാമത്തെ ഉദാഹരണം എന്താണ്? 3-ൽ കൂടുതൽ അക്ഷരമുള്ള സ്ത്രീകളുടെ പേരുകൾ. മൂന്നാമത്തേത് 2-ൽ കൂടുതൽ അക്ഷരമുള്ള അജമിയായ പേരുകൾ. ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, അങ്ങനെയുള്ളത്. അപ്പോൾ ഗൈർ മുൻസരിഫ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഗൈർ മുൻസരിഫ് എന്ന് പറഞ്ഞാൽ തൻവീനില്ല, കസ്റയുമില്ല. ആരൊക്കെയാണ് ഗൈർ മുൻസരിഫ്? അതാണ് പ്രശ്നം. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്ത് ചുരുക്കിയിട്ട് മഫായിൽ, മഫായിൽ എന്ന രൂപത്തിലുള്ള ജംഅകൾ. ഇങ്ങനെ കുറേയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ 3 പറഞ്ഞില്ലേ, ഇതുപോലത്തെ 10-11 ഉള്ളൂ, 11-12 അങ്ങനത്തെ ഉള്ളൂ. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ലാസ്റ്റ് പഠിക്കാം. അപ്പോൾ മഫായിൽ, മഫായിൽ എന്നുള്ള രൂപത്തിലുള്ള ജംഅകളും 3-ൽ കൂടുതൽ അക്ഷരമുള്ള മുഅന്നസായ പേരുകളും 3-ൽ കൂടുതൽ അക്ഷരമുള്ള അജമിയായ പേരുകളും. ഇത് മതി ഇപ്പോൾ തൽക്കാലം മുന്നോട്ട് പോകാൻ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. ഖുർആൻ തന്നെ നോക്കാം. ഇബ്രാഹിം എന്നുള്ള പേര് വെച്ചിട്ട് തന്നെ സുഹഫ് ഇബ്രാഹിം, മാഷാ അല്ലാഹ്. ആദ്യം റഫിൻ്റെ ഉദാഹരണം നോക്കാം. ഇദ് ഖാല ഇബ്രാഹിമു, ഇദ് ഖാല ഇബ്രാഹീമു. ഇവിടെ ഇബ്രാഹീമിൻ്റെ ഇറാബ് എന്താണ്? മർഫൂ ആണ്, കാരണം ഖാലൻ്റെ ഫായിലല്ലേ, ജാ സൈദ് എന്ന് പറഞ്ഞ പോലെ. രണ്ടാമത്തേത് ഇന്ന ഇബ്രാഹീമ, ഇന്ന ഇബ്രാഹീമ. എന്താണ് ഇബ്രാഹിമിൻ്റെ ഇറാബ് ഇവിടെ? കാരണം ഇന്ന വന്നുകൊണ്ട്, ഇന്നക്ക് ശേഷം വരുന്ന ഇസ്മ നസ്ബായിരിക്കും. അടുത്തത് നീ പറഞ്ഞ സുഹുഫ് ഇബ്രാഹീമ വ മൂസ, സുഹുഫു ഇബ്രാഹീമ വ മൂസ. ഇവിടെ ഇബ്രാഹിമിൻ്റെ ഇറാബ് എന്താ? മുദാഫ് ഇലൈഹി എന്നുള്ള ഇറാബല്ല, മജ്റൂർ. കാരണം മുദാഫ് ഇലൈഹിയാണ്, അപ്പോൾ മജ്റൂർ. ഇനി നമുക്ക് നേരത്തെ പോലെ നമ്മളെ ഒബ്സർവേഷൻ, നിരീക്ഷണം നടത്തും. ഇബ്രാഹീമു എന്നുള്ളത് റഫ് ചെയ്തത് വമ്മ കൊണ്ട്, നസ്ബ് ചെയ്തത് ഫത്ഹ കൊണ്ട്, ജർ ചെയ്തത് ഫത്ഹ കൊണ്ട്. അപ്പോൾ നമ്മളിവിടെ എഴുതി വെക്കാം. കണ്ടെത്തൽ, നമ്മളെ കണ്ടുപിടുത്തം എന്താണ്? ഗൈറുൽ മുൻസരിഫ് അല്ലെങ്കിൽ അൽ ഇസ്മു ഗൈറുൽ മുൻസരിഫ്. ഗൈറുൽ മുൻസരിഫ് യുർഫഉ, പറയുങ്ങൾ, ബിദ്ദമ്മതി വയുൻസബു വയുജറു ബിൽ ഫത്ഹതി. അതുകൊണ്ടാണ് സൂറത്ത് ബഖറയിലും സൂറത്ത് ആൽ ഇംറാനിലും ആയത്തുണ്ട്, അത് പല ആൾക്കാരും തെറ്റിക്കാറുണ്ട്. ഖുലു ആമന്ന ബില്ലാഹി വമാ ഉൻസില അലൈന വമാ ഉൻസില അല ഇബ്രാഹീമ വ ഇസ്മായില വ ഇസ്ഹാഖ വ യാഖൂബ വൽ അസ്ബാത്തി. അവിടെ എത്തിയപ്പോൾ എന്തായി? അസ്ബാത്തി എന്നായി. കാരണം എന്താ? അസ്ബാത്ത് ഒരു അറബി വാക്കാണ് സാധാരണ, ബാക്കിയൊക്കെ ആജമിയാണ്. അസ്ബാത്ത് എന്ന് പറഞ്ഞാൽ പേരക്കുട്ടികൾ എന്നാണ്, സിബത്തിൻ്റെ ജമാണ് അസ്ബാത്ത്. ബാക്കിയുള്ളതൊക്കെ അലാമുൻ അജമിയത്തുൻ ഫിഹ അക്സറുമിൻ സലാസി അഹ്റഫ്, 3-ൽ കൂടുതൽ അക്ഷരമുള്ള അനറബി പേരുകളാണ് ബാക്കിയുള്ളതൊക്കെ. ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ്. അസ്ബാത്ത് ഒരു സാധാരണ അറബി വാക്കാണ്. 4 പേര്: സാലിഹ്, മുഹമ്മദ്, സാലിഹ്, നൂഹ, ഷുഐബ്. നൂഹാണോ? 4 അല്ലേ? അപ്പോൾ ഏതായാലും ഇത് മനസ്സിലായില്ലേ? റഫ് ലമ്മ കൊണ്ട്, നസ്ബും ജറും ഫത്തഹ കൊണ്ട്. ഇതിൽ നമ്മൾ ജമ്മു മുഅന്നസ് സാലിമിനെ കുറിച്ച് പറഞ്ഞാൽ നേരെ വിപരീതം. ജമ്മു മുഅന്നസ് സാലിം എങ്ങനെയായിരുന്നു? നസ്ബ് കസ്റ കൊണ്ടായിരുന്നു,
സാധാരണ നസ്ബിന് ഫത്താണ്, അവിടെ കസറായി. ഇവിടെ ജറ് ഫത്ത് കൊണ്ടാണ്. ജറിന് സാധാരണ കസറുള്ളത്, ഇവിടെ ഫത്തഹാണ്, നേരെ തിരിച്ച്. അപ്പോൾ നേരെ തിരിച്ച് രണ്ടാളുകളാണ് ജമ്മുൻ സാലിമും ഗൈർ മുൻസരിഫും. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത വിഭാഗം അവരുടെ പേരാണ്, നമ്മൾ അസ്മാഉൽ ഖംസ പറഞ്ഞില്ലേ നേരത്തെ, അതേമാതിരി ഒരു അഫ്ആലുൽ ഖംസ ഉണ്ട്. അഫ്ആലുൽ ഖംസ ആരാന്ന് വെച്ചാൽ യഫ്അലാനി മംനൂ മിന സർഫ്, അതന്നെ മംനൂ മിന സർഫ് ഗൈർ മുൻസരിഫ് ഒക്കെ ഒരേ അർത്ഥം. അഫ്ആൽ ഖംസ പറഞ്ഞാൽ യഫ്അലാനി തഫ്അലാനി, യഫ്അലൂന തഫ്അലൂന, തഫ്അലീന. ഈ 5 രൂപത്തിലുള്ള ഫേലുകൾക്കാണ് അഫ്ആൽ ഖംസ എന്ന് പറയാം. ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ അലിഫുൽ ഇസ്നൈൻ, വാവുൽ ജമാഅ, യാ ഉൽ മുഖാത്തബ. അലിഫുൽ ഇസ്നൈൻ, വാവുൽ ജമാഅ, യാ ഉൽ മുഖാത്തബ. ഇത് 3ഉം അവസാനത്തിൽ വന്ന ഫേൽ മുദാരി. അത് 3ഉം വന്നത് ഈ 5 യഫ് അലാനി തഫ് അലാനി, തഫ് അലൂന യഫ് അലൂന, തഫ് അലീന. ഇതൊരു പാട്ട് പാടി ഇങ്ങനെ പഠിച്ചാൽ മതി, എനിക്ക് പാടറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. യഫ് അലാനി തഫ് അലാനി, യഫ് അലൂന തഫ് അലൂന, തഫ് അലീന. ഈ 5 രൂപത്തിലുള്ള ഫേലുകൾ ഇതിന് അഫ്ആലുൽ ഖംസ എന്ന് പറയാൻ പാടില്ല എന്നൊക്കെ ശക്തമായി വാദിക്കുന്ന ആളുകളുണ്ട്. കാരണം എന്താ, ഈ രൂപത്തിലേക്ക് ഏത് ഫേലും കയറി വരാമല്ലോ. യക്തുബാനി തക്തുബാനി, അതുപോലെ യജ്ലിസാനി തജ്ലിസാനി, ഇങ്ങനെ ഏത് ഫേലും ഇങ്ങോട്ട് വരാം. അതുകൊണ്ട് ഇതിന് അഫ്ആൽ ഖംസ എന്ന് പറയരുത്, അൽ അംസിലത്തുൽ ഖംസ എന്നേ പറയാൻ പാടുള്ളൂ എന്നൊക്കെ സിദ്ധത്ത് കാണിക്കുന്ന ആളുകളുണ്ട്. ഏതായാലും നമുക്ക് സൗകര്യം പോലെ പറയാം. അപ്പോൾ ഈ 5 ഫേലുകൾ അല്ലെങ്കിൽ 5 രൂപത്തിലുള്ള ഫേലുകൾ, അതിൻ്റെ ഇറാബ് എന്താണെന്ന് നോക്കാം. ഖുർആൻ തന്നെ ഉദാഹരണങ്ങൾ നോക്കാം. നിങ്ങളൊരു ഉദാഹരണം റഫിനുള്ള ഉദാഹരണം ഇഷ്ടം പോലെ അല്ലേ. യുഅ്മിനൂന ബിൽ ഗൈബി, യുഅ്മിനൂന ബിൽ ഗൈബി, യുഅ്മിനൂന ബിൽ ഗൈബി. ഈ യുഅ്മിനൂനൻ്റെ ഇറാബ് എന്താ? നമ്മൾ പറഞ്ഞാൽ വെറുതെ നിൽക്കുന്ന ഫേൽ മുള്ളാരൊക്കെ എന്തായിരിക്കും? മർഫു ആയിരിക്കും, മർഫു. ഇനി നസ്ബിൻ്റെയും ജറിൻ്റെയും നമുക്ക് നോക്കാം. ജറുണ്ടാവോ ഫേലിന്? ഇല്ല. ജസ്മ്, നസ്ബിൻ്റെയും ജസ്മിൻ്റെയും നോക്കാം. ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു ഫത്തക്കുന്നാറലത്തി വഖുദുന്നാസ് വഹിജ. ഖുർആനെ പോലെ ഒരു കിതാബ് കൊണ്ടുവരാൻ വേണ്ടി വെല്ലുവിളിച്ചു. എന്നിട്ട് പറയണം ഫഇല്ലം തഫ്അലു, നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഫത്തക്കുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. അതിൻ്റെ ഇടയിൽ വലൻ തഫ്അലു എന്ന് കൂടി പറഞ്ഞു. എന്താണ്? നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ല, നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് സാധിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചുകൊള്ളുക. അങ്ങനെയാണ് ആയത്ത് കിടക്കുന്നത്. അപ്പോൾ ഫഇല്ലം തഫ്അലു, ഫഇല്ലം, ഒരു മിനിറ്റ്, ഞാൻ ആയത്തൊന്ന് ഓർഡർ മാറ്റി എഴുതുന്നുണ്ട്, പഠിക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിനാണ്. ആയത്ത് ഇങ്ങനെയല്ല. ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു. ഇവിടെ ലം തഫ്അലു എന്നുള്ളതിൽ ഈ തഫ്അലുവിൻ്റെ ഇറാബ് എന്താ? ലം വന്നു കഴിഞ്ഞാൽ ജസ്മാണ്, ലം യലിദ് അല്ലേ. അപ്പോൾ അവിടെ എന്താണ്? മജ്സൂം. ഇവിടെ ഈ തഫ്അലുവിൻ്റെയോ ലൻ വന്നു കഴിഞ്ഞാൽ എന്താണ്? ലൻ യദ്ഹബ സൈദുൻ. അപ്പോൾ നിങ്ങൾ ഉഷാറായിട്ട് പറയും മൻസൂബ്. ഇനി നമുക്ക് ഒബ്സർവേഷൻ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? യുഅ്മിനൂന റഫ് ആണ്. അപ്പോൾ റഫിൻ്റെ അലാമത്ത് ഇതിൽ 3നെ നിങ്ങളൊന്ന് നോക്കി. ഇതിന് ഉള്ളതും ഇതിൽ രണ്ടിലും ഇല്ലാത്തതുമായ സംഗതി എന്താണ്? വാവല്ലേ. അപ്പോൾ വാവാണ് റഫിൻ. അഫൻ 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 വാവുണ്ട് അല്ലേ. നിങ്ങൾ ഞാൻ പറയുന്നത് തക്ലീദിയാണോ? വാവ് ഇവിടേക്കല്ലേ, എല്ലാത്തിലും ഉണ്ട്. നൂന് അല്ലേ. ഇപ്പോൾ നൂനാണ് റഫിൻ്റെ അലാമത്ത്. പിന്നെ ഇതിലുള്ളതും ഇതിൽ രണ്ടിലും ഇല്ലാത്തതുമായത് എന്താണ്? ഒന്നുമില്ല. ഇവിടെ ഒരു പൂജ്യം ഇവിടെ എഴുതുകയാണെങ്കിൽ ഈ പൂജ്യമാണ് ഇതിന് സ്വന്തമായിട്ടുള്ളൂ. അതുപോലെ ഇവർക്ക് രണ്ടാൾക്കും ഒരു പൂജ്യമുണ്ട്, ഇവിടെ ഒന്നും ഇല്ലാത്തൊരു ശൂന്യത, അത് ഇതിനില്ല. അപ്പോൾ ഈ ശൂന്യതയാണ് നസ്ബിൻ്റെ അലാമത്ത്, അഥവാ നൂനില്ലാത്ത അവസ്ഥ. ഇവിടെയും നൂനില്ലാത്ത അവസ്ഥ. അപ്പോൾ നമുക്ക് നമ്മുടെ നിയമം എന്താണ്? 6ാമത്തെ നിയമം. ഇതിൻ്റെ പേരെന്താണ്? അൽ അഫ്ആലുൽ ഖംസ. അൽ അഫ്ആലുൽ ഖംസ യുർഫഉ ബിന്നൂനി വയുൻസബു വയുജ്സമു ബിഹദ്ഫിൻ നൂനി. ആ നൂനെ ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ് നസ്ബും ജസ്മും ചെയ്യുന്നത്. അത് കഴിഞ്ഞു. അടുത്തത് ഫിഅലുൽ മുളാരി
അൽ മുഅത്തല്ലുൽ ആഖിർ, മുഅത്തല്ലുൽ ആഖിറായിട്ടുള്ള ഫേൽ മുദാരി, അത് യദ്ഉ അങ്ങനെയൊക്കെയുള്ള ഫേൽ മുദാരികളുണ്ടല്ലോ. യസ്ആ. അപ്പോൾ ആദ്യം നമുക്ക് മുഅത്തല്ലുൽ ആഖിറായിട്ടുള്ള ഫേൽ മുദാരി 3 ടൈപ്പ് ഉണ്ട്. അവസാനം അലിഫുള്ളുണ്ട്, വാവുള്ളുണ്ട്, യാളുള്ളുണ്ട്. ഈ മൂന്നെണ്ണത്തിനെയും വേറെ വേറെ നോക്കാം. അലിഫുള്ളത് യസ്ആ അല്ലേ? യസ്ആ എന്നുള്ളത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ റഫ്, ഇതിൻ്റെ നസ്ബ്, ജസ്മ് നോക്കാം. പിന്നെ യജ്രി, അതിൻ്റെ റഫ്, നസ്ബ്, ജസ്മ്. പിന്നെ യദ്ഉ, ഇതൊക്കെ ഫിൽ മുദാരി തന്നെയല്ലേ? യസ്ആ എന്നുള്ളതിൻ്റെ റഫ് എങ്ങനെയായിരിക്കും? യസ്ആ തന്നെ, യസ്ആ, യസ്ആ സൈദുൻ. ലൻ വന്നു കഴിഞ്ഞാലോ? ലൻ യസ്ആ, ഇതേപോലെ തന്നെ. ലം വന്നാൽ എന്ത് സംഭവിക്കും? ലം യസ്ആ, ഈ അലിഫ് ഉണ്ടാവില്ല. യജ്രി എന്നുള്ളതോ? യജ്രി സൈദുൻ. ലൻ യജ്രിയ സൈദുൻ. ലം യജ്രി, അയാളുണ്ടാവില്ല. യദ്ഉ എന്നുള്ളത് റഫാണെങ്കിൽ യദ്ഉ സൈദുൻ, നസ്ബാണെങ്കിൽ ലൻ യദ്ഉവ സൈദുൻ, ലം ആയാൽ ലം യദ്ഉ സൈദുൻ. അപ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ ഈ ആദ്യം പറഞ്ഞ അസ്ലിയായ നിയമത്തെ ഫോളോ ചെയ്യുന്നത് ആരൊക്കെയാണ്, ഈ ഫർഈ ആയിട്ടുള്ള നിയമങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടത് ഏതൊക്കെയാണെന്ന് നോക്കാം. ലൻ യസ്ആ എന്നുള്ളത് ഇതിൻ്റെ അലാമത്ത് എന്താണ്? റഫിൻ്റെ അലാമത്ത് അഫൻ യസ്ആ സൈദ് എന്നുള്ളതിൽ ലം തന്നെയാണ്. നമ്മൾ പറഞ്ഞു ലമ്മ മുഖദ്ദറാണ്. അപ്പോൾ ഇത് ഇതിൽപ്പെട്ട തന്നെയാണ്, മുഖദ്ദറാണെന്നേ ഉള്ളൂ. നമ്മൾ പറഞ്ഞില്ലേ മുഖദ്ദറാണെങ്കിൽ അവിടെ ഉണ്ട് സാധനം. ലൻ യസ്ആ എന്ന് പറഞ്ഞാലോ അവിടെ നസ്ബിൻ്റെ അലാമത്ത് ഫതഹയാണ്, കാണുന്നില്ല എന്നേ ഉള്ളൂ. അത് നോക്കണ്ട. ലം യസ്ആ അവിടെ എന്താണ്? അവിടെ ഹദ്ഫാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാം. ഇവിടെ ഒരു ഹദ്ഫ് സംഭവിച്ചിട്ടുണ്ട്. യജ്രി സൈദുൻ, ഇവിടെ റഫിൻ്റെ അലാമത്ത് എന്താ? ലമ്മാണ്, ലമ്മ മുഖദ്ദറ. ലൻ യജ്രിയ സൈദുൻ, ഇവിടെ നസ്ബിൻ്റെ അലാമത്ത് എന്താ? ഫത്ഹ ലാഹിറ. യാൻ്റെ മുകളിൽ കാണുന്നില്ലേ ഫത്ഹ? ഒരു പ്രശ്നമല്ല. ലം യജ്രി, അവിടെയും ഹദ്ഫുണ്ട്. യദ്ഉ എന്നുള്ളതിലോ ലമ്മ മുഖദ്ദറ, യദ്ഉവ ഫത്ഹ ലാഹിറ, യദ്ഉ ഹദ്ഫുൽ വാവ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിനൊന്ന് ചുരുക്കിയിട്ട് നിങ്ങളൊരു 7ാമത്തെ നിയമം ഉണ്ടാക്കി. യുർഫഉ ബിദ്ദമ്മ, അല്ലേ? ദമ്മയാണ്. യുർഫഉ ബിദ്ദമ്മ. യുൻസബു ബിൽ ഫത്ഹ. അത് ഇവിടെ 2 സ്ഥലത്ത് ലാഹിറാണ്, ഇവിടെ മുഖദ്ദറാണെന്നേ ഉള്ളൂ. യുൻസബു ബിൽ ഫത്ഹ. യുജ്സമു ബി ഹദ്ഫി ഹർഫിൽ ഇല്ല, അല്ലേ? പോയ അക്ഷരം ഇവിടെ അലിഫാണ് പോയത്, ഇവിടെ യാ ആണ് പോയത്, ഇവിടെ വാവാണ്. അതിനെല്ലാം കൂടി നമുക്ക് എന്താ പറയുക? ഹർഫുൽ ഇല്ല എന്ന് പറയാം. അപ്പോൾ നമ്മളെ 7ാമത്തെ നിയമം റെഡി. എന്താണ്? ആളാരാന്ന് പറയണ്ട ആദ്യം. അൽ ഫിഅലുൽ മുളാരിഉ അൽ മുഅത്തല്ലുൽ ആഖിർ. അൽ ഫിഅലുൽ മുളാരിഉ അൽ മുഅത്തൽ എന്ന് പറയാം. അൽ വേണമെന്നില്ല എന്തായാലും. അൽ ഫിഅലുൽ മുളാരിഉ മുഅത്തല്ലുൽ ആഖിർ, അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരമുള്ള ഫിഅൽ മുളാരിഉ യുർഫഉ, നിങ്ങൾ പറയും, ബിദ്ദമ്മതി വയുൻസബു ബിൽ ഫത്ഹതി. വായിക്കട്ടെ, ഇത് വായിക്കട്ടെ. വയുജറു, മാഷാ അല്ലാഹ് ശ്രദ്ധിക്കണ്ടല്ലേ. വയുജ്സമു ബിഹദ്ഫി ഹർഫിൽ ഇല്ല. ക്ലിയർ അല്ലേ? ഈ ഒന്നാമത് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, അലാമാത്തുൽ ഇറാബുൽ അസ്ലിയ. 2ാമത് പറഞ്ഞതാണ് എന്ത്? അലാമാത്തുൽ ഇറാബി അൽ ഫർഇയ്യ. അതാണ് ഈ പറഞ്ഞ ഈ 7 സംഭവങ്ങളും ഇതിൽപ്പെട്ടു. അപ്പോൾ മൊത്തം അലാമാത്തുൽ ഇറാബ് 2 തരത്തിലുണ്ട്. അസ്ലിയ എന്താണ്? അർ റഫു ബിദ്ദമ്മത്തി
വന്നസ്ബു ബിൽ ഫത്ഹത്തി വൽ ജർറു ബിൽ കസ്റത്തി. ആ ആയത്ത് ഓർത്താൽ മതി. അൽ ഹജ്ജു അഷ്ഹുർ മഅലൂമാത്ത് ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫത വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജി. അതാണിത്. പിന്നെയോ അലാമാത്തുൽ ഇറാബുൽ ഫർഇയ്യ 7 വിഭാഗങ്ങളുണ്ട്. അതിന് ഒറ്റ ആയത്തോ രണ്ടായത്തിലോ ഒന്നും ഒതുക്കാൻ കഴിയില്ല. അതാണ് 7 എണ്ണം. അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മളോട് എഴുതി. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതോടുകൂടി നമ്മൾ കിതാബിലെ അഹ്കാമുൽ കലിമ എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞ്. ഇനി നിങ്ങൾ കിതാബ് നോക്കിയിട്ട് ഇപ്പോൾ സമയമില്ല, 4 മിനിറ്റ് ഉള്ളൂ. ഈ കിതാബിൽ ഈ 7 വിഭാഗത്തിനെ കുറിച്ച് പറഞ്ഞ ഭാഗം ഒന്ന് വായിച്ചൊക്കെ സ്വന്തം. അതിൽ നമ്മൾ പറഞ്ഞതല്ലാത്ത ഉദാഹരണങ്ങൾ, നല്ല ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ മുസന്നയിൽ റഫുൻ നസ്ബും ജറും 3 കൂടിയുള്ള ഒറ്റ ജുംല. ഉദാഹരണത്തിന് അതിൽ പറഞ്ഞ ഉദാഹരണം ഇതാണ്: അൽ ഖത്താനി മുതഖാത്തിഐനി ഫി നുഖ്തതൈനി. 2 വരകൾ 2 പോയിന്റിൽ ക്രോസ് ചെയ്യുന്നു. അങ്ങനെ വരച്ചൊരു വര അല്ലേ, 2 വരയാണ്, 2 പോയിന്റിൽ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ അവർ എഴുതിയാണ് അൽ ഖത്താനി മുതഖാത്തിആനി ഫി നുഖ്തതൈനി അല്ലേ? അതല്ലേ ഉദാഹരണം കൊടുത്ത്? പക്ഷേ അതിൽ നസ്ബില്ലല്ലോ, നസ്ബില്ലല്ലോ അല്ലേ? അതിൽ ദമ്മും ജറും അല്ലേ ഉള്ളൂ. ഏതായാലും അതിലുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. കിതാബിലുള്ള ഉദാഹരണങ്ങൾ മനസ്സിലാവേണ്ടോ നോക്കുക. സിമ്പിളാണ്, പക്ഷെ നല്ല 3 കൂടി ഒറ്റ സെൻറ്റൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. മുത്തഖാത്തിയാനി ഖബറല്ലേ? അൽ ഖത്താനി മുത്തഖാത്തിയാനി കാനൽ ഖത്താനി മുത്തഖാത്തിഐനി ഫി നുഖ്തതൈനി ആണെങ്കിൽ കറക്റ്റാണ്. 3 വന്നു. നിങ്ങൾ നോക്കിയാൽ മതി ഉദാഹരണങ്ങൾ. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, ഞാൻ വായിച്ച തെറ്റായിരിക്കും. അങ്ങനെയാണോ? കറക്റ്റ്. അപ്പോൾ ഓക്കെ. അപ്പോൾ അത് വായിച്ചു നോക്കുക. അപ്പോൾ ഇതോടുകൂടി അഹ്കാമുൽ കലിമ കഴിഞ്ഞു. ഇനി അഹ്കാമുൽ കലാമാണ്. ജുംല ഉണ്ടാക്കുമ്പോൾ എപ്പോഴൊക്കെയാണ് റഫ് വരിക, എപ്പോഴൊക്കെയാണ് നസ്ബ് വരിക. അപ്പോൾ നമ്മൾ മുമ്പ് സർഫ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, സർഫിൽ പഠിക്കുന്നത് കലിമത്തിനെ കുറിച്ചും നഹ്വിൽ കലാമിനെ കുറിച്ചാണ്. അത് തെറ്റാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. അത് സർഫ് പഠിക്കുന്നതിനൊരു ആവശ്യം കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷേ നഹ്വിലുണ്ട് കലിമത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. എന്തൊക്കെയായിരുന്നു? നക്കിറ മാരിഫ, മുറവ് മബ്നി, പിന്നെ ഇസ്മു ഫെയിൽ ഹർഫ്, പിന്നെ ഇത്രയേ ഉള്ളൂ 3 എണ്ണം. പിന്നെ 4മത്തേത് ഈ 3 എണ്ണേ ഉള്ളൂ. ഈ 3 എണ്ണം നമ്മൾ പറഞ്ഞു. പിന്നെ അലാമത്തുൽ ഇറാബ് എന്താണെന്ന് പറഞ്ഞു. അലാമത്തുൽ ഇറാബ് അസ്ലിയ, റഫിന് ദമ്മ, നസ്ബിന് ഫത്ത, ജറിന് കസറ. ഫർഇയ്യ ഈ കാണുന്ന 7 എണ്ണം. ഇതോടുകൂടി അഹ്കാമുൽ കലിമ കഴിഞ്ഞ്. ഇനി അഹ്കാമുൽ കലാം ഇൻഷാ അല്ലാഹ് അത് എളുപ്പമാണ്. ഇതാണ് അസ്ല്. ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ് കേൾക്കാത്തവർ ഒന്ന് കേൾക്കുക. 2 ദിവസം കൊണ്ട് കേൾക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ഓരോ ക്ലാസ് 20 മിനിറ്റ് 25 മിനിറ്റുള്ള 9, 10 ഇന്നത്തെ അടക്കം 10 ക്ലാസ് ഉണ്ടാവും. അതൊന്ന് കേൾക്കുക. അതിൽ പറയുന്ന പല കാര്യങ്ങളും ചെറിയ എന്താ പറയുക, അനാവശ്യമായിട്ട് തോന്നും. കാരണം എന്താ, എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ടില്ല. ഏതുപോലെ ABCD പഠിക്കുമ്പോൾ ആപ്പിൾ എന്നുള്ള വാക്ക് കാണുമ്പോൾ ഈ പിയും എല്ലും ഒക്കെ എന്തിനാണ് എന്ന് ഒരാൾ ചോദിച്ചാൽ അതുപോലെയാണ്. അല്ലെങ്കിൽ എന്താണ് PL. അപ്പോൾ അത് ഇനി ക്ലിയർ ആകാൻ പോണത് അടുത്ത ചാപ്റ്ററുകൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് റഫ് എപ്പോഴൊക്കെ വരും, നസ്ബ് എപ്പോഴൊക്കെ വരും, ജർ. ഇനിയുള്ള ഭാഗം എന്ന് പറയുന്നത് സ്വന്തം വായിച്ച് പഠിക്കാൻ വരുന്നേ ഉള്ളൂ. അത്ര സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സ്പീഡിൽ പോകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കേൾക്കാത്ത ഒരാൾക്ക് ഇനി കേട്ടിട്ട് കാര്യമില്ല, ഒന്നും മനസ്സിലാവില്ല, പഠിച്ച കാര്യങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇന്ന വന്നു കഴിഞ്ഞാൽ നസ്ബി ആണെന്ന് പറയും. അപ്പോൾ നസ്ബി ആണെങ്കിൽ അത് ഓരോ വാക്ക് 7 തരം വാക്കുകൾ 7 രീതിയിലാണ് നസ്ബി ചെയ്യുന്നത്. നമ്മളിവിടെ കണ്ടില്ലേ? അപ്പോൾ അത് ഉപയോഗിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം അറിയണം. ഇത് കുറച്ചേ ഉള്ളൂ, പക്ഷേ പ്രധാനമാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ഒന്ന് കേൾക്കാത്ത ആൾക്കാരൊന്ന് കേട്ടിട്ട് വരും അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ്. അവാമിൽ ഇനി പഠിക്കാൻ പോകുന്നതാണ് അവാമിലുകൾ. എന്തൊക്കെയാണ് നസ്ബ് ഉണ്ടാക്കുന്ന ആമിലുകൾ, എന്തൊക്കെയാണ് ജർ ഉണ്ടാക്കുന്നത്, അതാണ് ഞാൻ വരാൻ പോകുന്നത്. അപ്പോൾ ശരി. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല